വെൽക്കം ടു സുനൂസ് ബയോസ് വീഡിയോ. ഈ വീഡിയോയിൽ +2 ബയോളജിയിലെ 2018-19 വർഷത്തെ ഫസ്റ്റ് ടേം സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ് വിവരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ പോസ് ചെയ്ത് ചോദ്യവും ഉത്തരവും മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ ആദ്യം സ്വയം ആൻസർ ചെയ്തു നോക്കി തന്നിരിക്കുന്ന ഉത്തരവുമായി ഒത്തുനോക്കാവുന്നതുമാണ്. സുവോളജിയുടെ ആകെ മാർക്ക് 30 ആണ്. അപ്പോൾ തുടങ്ങാമല്ലേ? ആദ്യത്തെ 3 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റേതാണ്. സോ ഐ വിൽ റീഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് സെൽസ് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന ടോപ്പിക്കിൽ ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ വിവരിക്കുന്നിടത്താണ് ഇതിൻ്റെ ഉത്തരം വന്നിരിക്കുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനിടയിലുള്ള സ്പേസിനെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയുന്നു. ആ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ധാരാളം ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലീഡിക് സെൽസ് കാണപ്പെടുന്നു. ഈ ലീഡിക് സെൽസാണ് ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും. ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ ഹോർമോണാണ് മെയിൽ സെക്സ് ക്യാരക്ടറിസ്റ്റിക്സിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉത്തരം ലീഡിക് സെൽസ് എന്നാണ്. 1 മാർക്ക് സ്കോർ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നെയിം എനി 2 നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. പ്രകൃതിദത്തമായ 2 ഗർഭനിരോധന മാർഗങ്ങൾ എഴുതുക. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ ബർത്ത് കൺട്രോൾ എന്ന ടോപ്പിക്കിൽ നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് ബർത്ത് കൺട്രോൾ തന്നിട്ടുണ്ട്. 3 നാച്ചുറൽ മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഓർ സേഫ് പീരീഡ്. Second one, coitus interruptus or withdrawal. Third one, lactational amenorrhea or absence of menstruation. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ കറക്റ്റ് ആൻസർ ആയിരിക്കും. 1 മാർക്ക് കിട്ടും. ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് എ മോണോഹൈബ്രിഡ് ക്രോസ് ഇൻ F2 ഈസ്. വി ഹാവ് ടു സെലക്ട് ദ ആൻസർ. ഏക സ്വഭാവ സങ്കരത്തിൽ F2 തലമുറയിലെ ദൃശ്യരൂപ അനുപാതം ഏതാണ്? 4 ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് വൺ സെലക്ട് ചെയ്ത് എഴുതണം. എ 9:3:3:1, ബി 1:2:1, സി 3:1, ഡി 1:1. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ എന്ന ടോപ്പിക്കിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മോണോഹൈബ്രിഡ് ക്രോസ് ആണോ ഡൈഹൈബ്രിഡ് ക്രോസ് ആണോ എന്നുള്ളത്. രണ്ടാമത്തേത്, F1ൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണോ F2ൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണോ എന്നുള്ളതും. മോണോഹൈബ്രിഡ് ക്രോസിലെ ഫീനോട്ടിപ്പിക് റേഷ്യോ of F2 is 3 tall is to 1 dwarf or 3:1. So here the answer is C 3:1. You can score 1 mark. ഇനി 4ാമത്തെ ചോദ്യം മുതൽ 14ാമത്തെ ചോദ്യം വരെയുള്ള ഉത്തരങ്ങൾക്ക് 2 മാർക്ക് വീതമാണ് ലഭിക്കുക. 4ാമത്തെ ചോദ്യം നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് സെക്ഷണൽ വ്യൂ ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നെയിം ദ പാർട്സ് ലേബിൾഡ് എ, ബി ആൻഡ് സി. വെയർ ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ്? താഴെ ചേർത്തിട്ടുള്ള സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ചിത്രം കാണുക. ക്വസ്റ്റ്യൻ എ, എ, ബി, സി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളുടെ പേരെഴുതുക. ബി, ഏത് ഭാഗത്താണ് ബീജസങ്കലനം നടക്കുന്നത്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന ടോപ്പിക്കിൽ
ഫാലോപ്യൻ ട്യൂബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അതിൽ എ ഈസ് ഇസ്തുമസ്, ബി ഈസ് ആംപുല, സി ഈസ് ഇൻഫണ്ടിബുലം. So the answer of A is already explained. Now B. Where does fertilization take place? ഓവം ആംബുലയുടെയും ഇസ്തുമസിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ദ ആൻസർ ഈസ് ആംബുലറി ഇസ്തുമിക് ജംഗ്ഷൻ ഓഫ് ഫാലോപ്യൻ ട്യൂബ്. എല്ലാം ശരിയാണെങ്കിൽ 2 മാർക്ക് കിട്ടും. 5ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ടേംസ് മോറുല, ക്ലീവേജ്, സ്പെർമിയേഷൻ, ഇംപ്ലാന്റേഷൻ. താഴെ കൊടുക്കുന്ന പദങ്ങൾ വിശദീകരിക്കുക. എ കലലം, ബി സിക്താണ്ഡ വിഭജനം, സി പുംബീജപ്രേഷണം, ഡി ഇംപ്ലാന്റേഷൻ. ഈ ചോദ്യത്തിലെ 4 വാക്കുകളും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ലെസണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ മോറുല, ക്ലീവേജ്, ഇംപ്ലാന്റേഷൻ എന്നീ 3 വാക്കുകൾ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ നിന്നാണ്. എന്നാൽ സ്പെർമിയേഷൻ എന്ന വേർഡ് സ്പെർമാറ്റോജെനസിസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ്. എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കോൾഡ് മോറുല. So that is the first answer. Zygote divides rapidly by mitotic division. That division is called cleavage. ഇതാണ് ബിയുടെ ആൻസർ. The sperm's head gets attached to Sertoli cells to draw nourishment and finally released from the seminiferous tubules. That process is called spermiation. പുംബീജോൽപത്തിക്ക് ശേഷം പുംബീജങ്ങളുടെ തലഭാഗം സെർട്ടോളി കോശങ്ങളിൽ ആഴ്ത്തിവെച്ചിരിക്കും. ഇവ സ്പെർമിയേഷൻ എന്ന പ്രക്രിയ വഴി പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ബീജോൽപാദന നളികകളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു. സ്പെർമിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഗെറ്റ്സ് എംബഡഡ് ഇൻ ദ എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ്. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ വിച്ച് ലീഡ്സ് ടു പ്രഗ്നൻസി. ഗർഭാശയ കോശങ്ങൾ ഭ്രൂണത്തെ പൊതിയുകയും ബ്ലാസ്റ്റോസിസ്റ്റുകൾ ഗർഭാശയത്തിലെ ഗർഭാശയാന്തര പാളിയിൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയെ ഉള്ളിൽ ഉറപ്പിക്കൽ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നു. ഇത് ഗർഭാവസ്ഥയിലേക്ക് നയിക്കുന്നു. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് സ്പേം. എ ആക്രോസോം, ബി മിഡിൽ പീസ്. പുംബീജത്തിൻ്റെ താഴെ പറയുന്ന ഭാഗങ്ങളുടെ ധർമ്മം വിവരിക്കുക. എ ബീജാഗ്രം, ബി മധ്യഖണ്ഡം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന പാഠത്തിലെ സ്ട്രക്ചർ ഓഫ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് സ്പേം എന്ന ടോപ്പിക്കിലാണ് ഈ 2 വാക്കുകൾ കാണുന്നത്. ആക്രോസോം, മിഡിൽ പീസ്. ഇവയുടെ ഫങ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ദി ആക്രോസോം കണ്ടെയ്ൻസ് hydrolytic enzymes that help in dissolving membranes of the ovum for fertilization. You will get 1 mark. Middle piece contains a number of mitochondria that provide energy for the movement of the tail that facilitate sperm motility essential for fertilization. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രൊജസ്ട്രോൺ മാത്രമായോ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ സംയുക്തമായോ ചെറിയ അളവിൽ കഴിക്കുന്നത് സ്ത്രീകളുടെ ഗർഭനിരോധന മാർഗങ്ങളിൽ ഒന്നാണ്. ഈ മാർഗം ഗർഭനിരോധനത്തിന് എങ്ങനെ കാരണമാകുന്നു? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ചാണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സ്മോൾ ഡോസസ് ഓഫ് പ്രൊജസ്ട്രോൺസ് ഓർ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആർ യൂസ്ഡ് ബൈ ദ ഫീമെയിൽസ്. These are applying orally and these hormonal pills acts in the following ways: inhibition of ovulation, change of uterus endometrium to make it unsuitable for implantation,
Change the quality of cervical mucus to prevent and retard entry of sperms. ഉദാഹരണത്തിന് മാല ഡി ആൻഡ് മാല എൻ എന്നീ ഗുളികകൾ. ഗർഭനിരോധന ഗുളികകൾ അണ്ടോത്സർജനത്തെ തടസ്സപ്പെടുത്തുന്നു. ഭ്രൂണത്തിൻ്റെ പറ്റിപ്പിടിക്കൽ തടസ്സപ്പെടുത്തുന്നു. ഗർഭാശയഗളത്തിലെ ശ്ലേഷ്മദ്രവത്തിൻ്റെ വഴുവഴുപ്പ് വ്യത്യാസപ്പെടുത്തുന്നത് മൂലം പുംബീജങ്ങളുടെ പ്രവേശനം മന്ദഗതിയിലാക്കുന്നു. ഉത്തരം വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇതിന് 2 മാർക്കാണ്. 8ാമത്തെ ചോദ്യം വായിച്ചു നോക്കൂ. പ്രജനന ആരോഗ്യവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ചുരുക്കെഴുത്തുകളുടെ പൂർണ്ണരൂപങ്ങൾ എഴുതുക. MTP, RTI, GIFT or GIFT, MMR. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ലെസണിലാണ് ഇതിൻ്റെ ഫുൾ ഫോം കിടക്കുന്നത്. MTP stands for Medical Termination of Pregnancy. RTI, Reproductive Tract Infection. GIFT, Gamete Intrafallopian Transfer. MMR, Maternal Mortality Rate. 9ാമത്തെ ചോദ്യം. വന്ധ്യംകരണം എന്നറിയപ്പെടുന്ന ശസ്ത്രക്രിയ രീതികൾ ഗർഭധാരണം അവസാനിപ്പിക്കാനുള്ള രീതികളായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. പുരുഷനിലും സ്ത്രീയിലും അവയുടെ പ്രയോഗങ്ങൾ ചുരുക്കി വിവരിക്കുക. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഒരു ബർത്ത് കൺട്രോൾ മെത്തേഡാണ്. സർജിക്കൽ മെത്തേഡ്സ് ആർ terminal or permanent methods which block the transport of gametes, thereby preventing conception. The important surgical methods are vasectomy and tubectomy. വന്ധ്യംകരണം അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്ന ശസ്ത്രക്രിയ ഗർഭധാരണം പൂർണ്ണമായി തടയുന്നതിനു വേണ്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗപ്പെടുത്താവുന്ന മാർഗമാണ്. ശസ്ത്രക്രിയ നടത്തുമ്പോൾ ബീജങ്ങളുടെ സഞ്ചാരം തടസ്സപ്പെടുകയും അങ്ങനെ ഗർഭധാരണ സാധ്യത ഇല്ലാതാകുകയും ചെയ്യും. Now let us see what is vasectomy. The surgical method sterilization procedure in male is called vasectomy. In vasectomy, a small part of vas deferens is removed or tied up through a small incision on the scrotum. As a result, the passage of sperms is blocked in vas deferens. പുരുഷ വന്ധ്യംകരണ രീതിയെ വാസക്ടമി എന്ന് വിളിക്കുന്നു. വൃഷണസഞ്ചിയിലുണ്ടാക്കുന്ന ഒരു ചെറു മുറിവിലൂടെ ബീജവാഹിയുടെ ഒരു ചെറുഭാഗം മുറിച്ചു മാറ്റുന്നതോ മുറിച്ചു കെട്ടിവെക്കുന്നതോ ആണ് പുരുഷ വന്ധ്യംകരണ രീതി. പുംബീജത്തെ ബീജവാഹിക്കുഴലിലൂടെ കടത്തിവിടാതിരിക്കാനാണ് മുറിവുണ്ടാക്കുന്നത്. ഇനി ട്യൂബക്ടമി എന്താണെന്ന് നോക്കാം. The surgical method of sterilization procedure in the female is called tubectomy. In tubectomy, a small part of the fallopian tube or oviduct is removed or tied up through a small incision in the abdomen or through vagina. As a result, the passage of ova is prevented. യോനി വഴിയോ ഉദരാശയത്തിലുണ്ടാക്കുന്ന ചെറിയ മുറിവ് വഴിയോ അണ്ഡവാഹിയുടെ ഒരു ചെറുഭാഗം മുറിച്ച് മാറ്റുന്നതോ മുറിച്ച് കെട്ടിവെക്കുന്നതോ ആണ് സ്ത്രീ വന്ധ്യംകരണ രീതി. ഇങ്ങനെ അണ്ഡത്തെ കടത്തിവിടാതെ തടഞ്ഞു നിർത്തുന്നു. ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡ്രോസോഫില മെലനോഗ്യാസ്റ്റർ എന്ന ചെറിയ പഴയീച്ചയിൽ മോർഗൻ പരീക്ഷണങ്ങൾ നടത്തി അവ പരീക്ഷണ പഠനങ്ങൾക്ക് യോജിച്ചവയാണെന്ന് കണ്ടെത്തി. കാരണം എഴുതുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെയാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്കറിയാം TH മോർഗൻ ആണ് ലിങ്കേജ് ആൻഡ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊപ്പോസ് ചെയ്തത്. ഡ്രോസോഫില മെലനോഗ്യാസ്റ്റർ എന്ന പഴയ ഈച്ചയിലാണ് ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തിയത്. ഡ്രോസോഫില ക്യാൻ ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദ ലബോറട്ടറി. Drosophila completes its life cycle in about 2 weeks. Drosophila produces numerous progeny flies. The fly breeding could be done throughout the year. There is a clear differentiation of sexes. The male and female flies are easily distinguishable. It has many
types of hereditary variations that can be seen with low power microscope. These are less expensive to rear. Only 8 number of chromosomes in fruit fly, so easy to study. മോർഗൻ ജനിതക പരീക്ഷണങ്ങൾക്ക് ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ലളിതമായ മാധ്യമങ്ങളിൽ ഇവയ്ക്ക് വേഗത്തിൽ വളരാൻ കഴിയുന്നു എന്നതാണ്. ഇവയ്ക്ക് അതിൻ്റെ ജീവിതകാലം പൂർത്തിയാക്കാൻ 2 ആഴ്ച മതിയാകും. അതുപോലെ ഇവയ്ക്ക് ഒരൊറ്റ ബീജസങ്കലനത്തിലൂടെ ധാരാളം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. കൂടാതെ ആണിനെയും പെണ്ണിനെയും വ്യക്തമായി വേർതിരിച്ചറിയാനും സാധിക്കും. ഇവ പ്രകടമാക്കുന്ന വലിയ തോതിലുള്ള പാരമ്പര്യ വ്യത്യാസങ്ങൾ സാധാരണ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ സാധിക്കും. മാത്രമല്ല ക്രോമസോം നമ്പർ വെറും 8 മാത്രമാണ് ഈ ജീവിയിൽ കാണുന്നത്. ആകെ 8 പോയിൻറ്റ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ 4 എണ്ണം എഴുതിയാൽ 2 മാർക്ക് മുഴുവനായിട്ടും കിട്ടുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ജനിതക വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. സ്ത്രീകളിൽ വളർച്ചയെത്താത്ത അണ്ഡാശയങ്ങൾ മൂലമുള്ള വന്ധ്യത, ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ അഭാവം. എ. വൈകല്യത്തിൻ്റെ പേരെഴുതുക. ബി. ക്രോമസോമുകളുടെ എണ്ണം അല്ലെങ്കിൽ കാരിയോടൈപ്പ് എഴുതുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആബ്സെൻസ് ഓഫ് വൺ സെക്സ് ക്രോമസോം, ദാറ്റ് ഈസ് എക്സ് ക്രോമസോം, കോസസ് മോണോസോമി ഇൻ ഫീമെയിൽ. Monosomy is 2n-1, diploid number of chromosome -1, and its chromosome constitution is 44 autosome plus XO, that is only 45 numbers of chromosome. സ്ത്രീകളിലുണ്ടാകുന്ന ഒരു വൈകല്യമാണ് ടേർണേഴ്സ് സിൻഡ്രോം. ഈ വൈകല്യത്തിന് കാരണം ഒരു എക്സ് ക്രോമസോമിൻ്റെ അഭാവമാണ്. ഇവരുടെ കോശങ്ങളിൽ 45 ക്രോമസോമുകൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇവരിൽ അണ്ഡാശയം പൂർണ്ണ വളർച്ച എത്തുന്നില്ല. മാത്രമല്ല അവ ലോപിച്ച് ഇല്ലാതാകുകയും ചെയ്യും. ഈ വൈകല്യം ബാധിച്ചവരിൽ പ്രായപൂർത്തിയായാലും ലൈംഗിക സ്വഭാവ സവിശേഷതകൾ പ്രകടമാവില്ല. ഇവരിൽ പ്രത്യുൽപാദന ശേഷിയും ഉണ്ടായിരിക്കില്ല. ദിസ് സിൻഡ്രോം ഈസ് കോൾഡ് ടേർണേഴ്സ് സിൻഡ്രോം. സോ ദ ആൻസർ ഓഫ് എ ഈസ് ടേർണേഴ്സ് സിൻഡ്രോം. The answer for B is karyotype of this syndrome equal to 44 autosome plus XO, that is 45. പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ. വംശാവലി അപഗ്രഥനം എന്നാൽ എന്ത്? ബി. താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ മനുഷ്യവംശ സ്ഥിതി അപഗ്രഥനത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ പെഡിഗ്രി അനാലിസിസ് അല്ലെങ്കിൽ വംശപാരമ്പര്യ അപഗ്രഥനം എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. An analysis of traits in several generations of a family is called pedigree analysis. The ancestral history of an individual is called pedigree. ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ പാരമ്പര്യ കൈമാറ്റം കുടുംബചരിത്രം തിരഞ്ഞെടുത്ത് കണ്ടെത്തുന്ന രീതിയെയാണ് വംശപാരമ്പര്യ അപഗ്രഥനം എന്ന് പറയുന്നത്. വംശപാരമ്പര്യ അപഗ്രഥനത്തിൽ ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ പ്രേഷണം ഒരു കുടുംബവൃക്ഷത്തിലെ തലമുറകളിലൂടെ ചിത്രീകരിക്കുന്നു. ഇങ്ങനെ അപഗ്രഥിക്കുന്നതിലൂടെ ജനിതക വൈകല്യങ്ങൾ തുടർന്നുള്ള തലമുറകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ പരിശോധിക്കപ്പെടുന്നു. ഈ ക്വസ്റ്റ്യനിലെ ബി സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ദ സിംബൽസ് യൂസ്ഡ് ഇൻ പെഡിഗ്രി അനാലിസിസ് 2 ചോദ്യമായി തന്നിട്ടുണ്ട്. ആദ്യത്തേത് മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കോൺസാൻഗ്യൂനിയസ് മെയ്റ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് എ സ്ക്വയർ ഇസ് ഗിവൺ, ദാറ്റ് ഈസ് മെയിൽ. 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അരിവാൾ രോഗം അലൈംഗിക ക്രോമസോമുകളുമായി ബന്ധപ്പെട്ട ഗുപ്തഗുണമാണ്. ലൈംഗിക ക്രോമസോമുകളുമായി ബന്ധപ്പെട്ട ഗുപ്തഗുണത്തിന് ഒരു ഉദാഹരണം എഴുതുക. അതിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന ടോപ്പിക്കിൽ വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. മെൻഡീലിയൻ ഡിസോർഡേഴ്സ് 2 തരമുണ്ട്. ഓട്ടോസോമൽ മെൻഡീലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് സെക്സ് ലിങ്ക്ഡ് മെൻഡീലിയൻ ഡിസോർഡേഴ്സ്.
ഓട്ടോസോമൽ മെൻഡിലിയൻ ഡിസോർഡേഴ്സിന് ഉദാഹരണങ്ങളാണ് സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഫിനൈൽ കീറ്റോനൂറിയ. എന്നാൽ സെക്സ് ലിങ്ക്ഡ് മെൻഡിലിയൻ ഡിസോർഡറാണ് ഹീമോഫീലിയ. സോ ദ ആൻസർ ഈസ് ഹീമോഫീലിയ. ഹീമോഫീലിയ ഈസ് എ ഹെറിഡിറ്ററി സെക്സ് ലിങ്ക്ഡ് റെസസീവ് ബ്ലഡ് ഡിസീസ് ഇൻ ഹ്യൂമൻസ്. Even a minor injury can cause death due to excessive bleeding. So hemophilia is also known as bleeder's disease. ഈ ജനിതക വൈകല്യത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് കാരണമായ ഒരു കൂട്ടം മാംസ്യങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീനിന് തകരാറുകൾ സംഭവിക്കുന്നു. ഈ കാരണത്താൽ രോഗം ബാധിച്ച വ്യക്തിക്ക് ഒരു ചെറിയ മുറിവിൽ നിന്ന് പോലും നിലയ്ക്കാത്ത രക്തപ്രവാഹം ഉണ്ടാകുന്നു. ഹീമോഫീലിയയ്ക്ക് കാരണമായ റിസസീവ് ജീൻ സ്മോൾ എച്ച് എക്സ് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വൈ ക്രോമസോമിൽ ഈ ജീനിൻ്റെ അലീലുകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫീമെയിൽസ് കാരിയേഴ്സ് ആകുന്നു. ഹീമോഫീലിയയുടെ ഗുപ്ത ജീനുകളെ വാഹകരായ സ്ത്രീകളിൽ നിന്ന് ആൺകുഞ്ഞുങ്ങളിലേക്കാണ് കൈമാറ്റം ചെയ്യുന്നത്. അതുകൊണ്ട് ആൺകുഞ്ഞുങ്ങളിലാണ് ഹീമോഫീലിയ കാണപ്പെടുന്നത്. Hemophilia always alternate from one sex to the other in successive generations. This is known as criss-cross inheritance. Example, transmission of the disease from father to daughter, then to grandson. ഇനി 2 മാർക്കിൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക്, അതായത് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പയറുചെടിയിൽ മെൻഡൽ പരീക്ഷണം നടത്തിയ സവിശേഷതകൾ 2 വിപരീത ഗുണങ്ങളായി പ്രകടമായി. ആ സ്വഭാവങ്ങൾ എഴുതുക. There are 7 pairs of contrasting traits in pea plants studied by Mendel. ഈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ ഡൊമിനൻ്റ് ട്രെയ്റ്റ് എന്നും റെസസീവ് ട്രെയ്റ്റ് എന്നും 2 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് എഴുതിയത്. സീഡ് ഷേപ്പ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്, സീഡ് കളർ യെല്ലോ ആൻഡ് ഗ്രീൻ, ഫ്ലവർ കളർ വയലറ്റ് ആൻഡ് വൈറ്റ്, pod shape inflated or full and constricted, pod color green and yellow, flower position axial and terminal, stem height tall and dwarf. പയറുചെടിയിൽ മെൻഡൽ പഠനവിധേയമാക്കിയ വിപരീത ഗുണങ്ങൾ. 1. കാണ്ഡത്തിൻ്റെ നീളം. വിപരീത ഗുണങ്ങൾ ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത്. പൂവിൻ്റെ നിറം വയലറ്റ് വെള്ള. പൂവിൻ്റെ സ്ഥാനം ശാഖകളിൽ അല്ലെങ്കിൽ അഗ്രത്തിൽ. ഫലത്തിൻ്റെ ആകൃതി വീർത്തത് അല്ലെങ്കിൽ ചുരുങ്ങിയത്. ഫലത്തിൻ്റെ നിറം പച്ച അല്ലെങ്കിൽ മഞ്ഞ. വിത്തിൻ്റെ ആകൃതി ഉരുണ്ടത് അല്ലെങ്കിൽ ചുളുങ്ങിയത്. വിത്തിൻ്റെ നിറം പച്ച അല്ലെങ്കിൽ മഞ്ഞ. ഇത് 2 കോളങ്ങളായി വരച്ച് എഴുതണം. 15 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വീതമാണ് ഉള്ളത്. നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുംബീജോൽപാദനത്തിൻ്റെ ഒരു ചിത്രം താഴെ കൊടുത്തിരിക്കുന്നു. എ ബി എന്നിവയുടെ പേരെഴുതുക. ബി. പുംബീജോൽപാദനം അണ്ടോൽപാദനം എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പെർമാറ്റോജെനസിസ് ആണ് തന്നിരിക്കുന്നത് ചോദ്യത്തിൽ. എ എന്നത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ്. ബി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. എ ഡിപ്ലോയിഡ് ആണ്. ബി ഹാപ്ലോയിഡ് ആണ്. സ്പെർമാറ്റോജെനസിസും oogenesis തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പെർമാറ്റോജെനസിസ് occurs inside the testis. oogenesis occurs inside ovary. Spermatogenesis is a continuous process. Oogenesis is a discontinuous process with early stages taking place in fetus and rest later in life. In spermatogenesis, primary spermatocyte divides by meiosis I to form 2 secondary spermatocytes, whereas in oogenesis, primary oocyte undergoes meiosis I to form 1 secondary oocyte and 1 polar body. Another difference is, in spermatogenesis, secondary spermatocyte divides by meiosis II to produce 2 spermatids, whereas in oogenesis, secondary oocyte divides by meiosis II to form 1 ovum and 1 polar body. In spermatogenesis, a spermatocyte forms 4 sperms or spermatozoa. In oogenesis, an oocyte forms only 1 egg or ovum.
In spermatogenesis, it produces motile male gametes. In oogenesis, it forms non-motile female gametes. അടുത്തത് 16-ാമത്തെ ചോദ്യമാണ്. സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യമാണ്. എന്തുകൊണ്ട്? Introduction of sex education in schools will discourage children from believing in myths and misconceptions about sex-related aspects. Adolescent age group obtain right information about the following aspects: proper information about reproductive organs, adolescence and related changes, safe and hygienic sexual practices, sexually transmitted diseases like AIDS. Sex education is necessary for a reproductively healthy life. സ്കൂളുകളിൽ കൗമാര വിദ്യാഭ്യാസം നൽകുന്നത് പ്രത്യുൽപാദന സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഇല്ലാതാക്കാനും അവർക്ക് ശരിയായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാനുമാണ്. പ്രത്യുൽപാദന അവയവങ്ങൾ, കൗമാരവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളും, സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ലൈംഗിക ബന്ധം, ലൈംഗിക പകർച്ചവ്യാധികൾ, എയ്ഡ്സ് മുതലായവയെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ നൽകുന്നതിനും പ്രജനന ആരോഗ്യമുള്ള ജീവിതം നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നതിനും സെക്സ് എഡ്യൂക്കേഷൻ അനിവാര്യമാണ്. അടുത്തത് 17-ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇതിന് 3 സബ് ഡിവിഷൻസ് ആണുള്ളത്. ചോദ്യം നോക്കാം. പുംബീജോൽപാദനത്തിന് ശേഷം 50% പുംബീജങ്ങൾക്ക് ഒരു ഘടകം ലഭിക്കുന്നുവെന്നും മറ്റ് 50% പുംബീജങ്ങൾക്ക് ആ ഘടകം ലഭിക്കുന്നില്ലെന്നും ഹെങ്കിങ് നിരീക്ഷിച്ചു. ഏതു ജീവിയിലാണ് ഹെങ്കിങ് ഇത് നിരീക്ഷിച്ചത്? ബി. സ്ത്രീ ഭിന്ന ബീജജനകത്വം എന്നാൽ എന്ത്? ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി എന്നാൽ എന്ത്? സ്ത്രീ ഭിന്ന ബീജജനകത്വം അല്ലെങ്കിൽ ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി പ്രദർശിപ്പിക്കുന്ന ജീവി ഏത്? അവയിലെ ലിംഗനിർണയ രീതി എഴുതുക. ആൻസേഴ്സ് നോക്കാം. ഏത് ജീവിയിലാണ് ഹെങ്കിങ് അത് കണ്ടത്? ഇൻസെക്ട്സിലാണ്. ഇൻസെക്ട്സ് എന്ന് എഴുതിയാൽ 1/2 മാർക്ക് കിട്ടും. ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ XXXO ടൈപ്പ് എന്ന് എഴുതിയാൽ 1/2 മാർക്ക് കിട്ടും. പാർട്ട് ബി ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റിയെക്കുറിച്ചാണ്. ഇഫ് 2 different types of gametes containing different sex chromosomes or heteromorphic chromosomes are produced by females, it is called female heterogamity. 2 വ്യത്യസ്ത തരം ലിംഗനിർണയ ക്രോമസോമുകൾ പെൺജീവിയിൽ കാണുന്നു. ഉദാഹരണത്തിന് പെൺപക്ഷിയിൽ ഒരു Z ക്രോമസോമും ഒരു W ക്രോമസോമും കാണുന്നു. ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി എന്ന് വിളിക്കാം. ഇതിന് 1 മാർക്കാണ്. അടുത്തത് സി. ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി കാണിക്കുന്ന ആനിമൽസ്: ബേർഡ്സ്, ഫൗൾ, ഫിഷസ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ 1/2 മാർക്ക്. മെൻഷൻ ദ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ZW ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എന്നെഴുതിയാൽ 1/2 മാർക്ക്. അടുത്തത് അവസാനത്തേതും 18-ാമത്തെ ചോദ്യം നോക്കാം. ഒരു കുട്ടിയുടെ രക്തഗ്രൂപ്പ് O ആണ്. പിതാവ് ഗ്രൂപ്പിൻ്റെ Aയും മാതാവിൻ്റേത് Bയുമാണ്. 3 സബ് ഡിവിഷൻസ് ആണ് ചോദ്യങ്ങൾ. A. മാതാപിതാക്കളുടെ ജനിതക രൂപങ്ങൾ കണ്ടുപിടിക്കുക. B. പനെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് മറ്റു കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ജനിതക രൂപങ്ങൾ എഴുതുക. C. രക്തഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നത് ഏതു തരം പാരമ്പര്യമാണ്? ഇനി ഉത്തരത്തിലേക്ക് കടക്കാം. O ബ്ലഡ് ഗ്രൂപ്പ് കുട്ടിക്ക് വരണമെങ്കിൽ ജീനോടൈപ്പ് റെസസീവ് അലീൽസായ i വരണം. മാതാപിതാക്കളുടെ 2 പേരുടെയും ജീനോടൈപ്പിൽ i വന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ. അതുകൊണ്ട് ജീനോടൈപ്പ് ഓഫ് ഫാദർ വിൽ ബി IA and i. Blood group of father is A, so father has already IA gene present in the genotype. In addition to that, i also present. So the genotype of father is IA i. അതുപോലെ മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആയതുകൊണ്ട് ജീനോടൈപ്പിൽ IB എന്ന അലീൽ ഉണ്ടായിരിക്കും. അതിനു പുറമെ i കൂടി വരും. സോ ദ ജീനോടൈപ്പ് ഓഫ് മദർ ഈസ്
ക്യാപിറ്റൽ I, B, സ്മോൾ I. ക്വസ്റ്റ്യൻ ബിയിൽ മറ്റു കുട്ടികളുടെ ജീനോടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. പനറ്റ് സ്ക്വയർ വരച്ച് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ക്യാപിറ്റൽ IA, ക്യാപിറ്റൽ IB എന്ന ജീനോടൈപ്പുള്ള AB ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുട്ടി, ക്യാപിറ്റൽ IB സ്മോൾ I ഉള്ള B ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുട്ടി, ക്യാപിറ്റൽ IA ആൻഡ് സ്മോൾ I ഉള്ള A ബ്ലഡ് ഗ്രൂപ്പുള്ള മൂന്നാമതൊരു കുട്ടി. 3 ജീനോടൈപ്പും ശരിയാണെങ്കിൽ 1.5 മാർക്ക് കിട്ടും. ഇനി നമുക്ക് സിയിലേക്ക് പോകാം. വാട്ട് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്? കോ ഡൊമിനൻസ് എന്ന് എഴുതിയാൽ 1/2 മാർക്ക് കിട്ടും. അങ്ങനെ സബ് ക്വസ്റ്റ്യൻ എക്ക് 1 മാർക്ക്, ബിക്ക് 1.5 മാർക്ക്, സിക്ക് 1/2 മാർക്ക്, ടോട്ടൽ 3 മാർക്സ്. വളരെ നന്നായി പഠിച്ച് മുഴുവൻ മാർക്കും നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും വീഡിയോകൾ ലഭ്യമാകണമെങ്കിൽ സുനൂസ് ബയോസ് എന്ന വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കുട്ടികളിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.